നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ദിലീപിന്റെ പുതിയ സിനിമ റിലീസായി. സിനിമ റിലീസിങ്ങിന് മുമ്പ് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി ദിലീപിനെ തകർക്കാനുള്ള ശ്രമം കൂടി ചില ഫെമിനിസ്റ്റുകളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ചിലരാണ്, എല്ലാവരും എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഭാഗ്യലക്ഷ്മിയും ടീമും മഞ്ജു വാര്യർ അടക്കമുള്ളവർ ദിലീപിന്റെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാനും നമുക്ക് പാഴൂർ പണിപ്പര വരെ പോയി പ്രശ്നം വെക്കേണ്ട കാര്യമില്ല. സിനിമ ഇറങ്ങും മുമ്പും ജനപ്രിയനായ ദിലീപിനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിധി വരും മുമ്പ് തന്നെ ദിലീപിനെ കുറ്റവിമുക്തനാക്കും എന്ന ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ആ കേസ് പഠിക്കുന്ന എല്ലാവർക്കും ഇന്ന് അറിയാവുന്ന കാര്യമാണ്. ഈ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർക്ക് കൃത്യമായി അറിയാം. പക്ഷേ അവർ വിചാരിച്ചിരുന്നത് പുറത്ത് ചാനലുകളിലും അതുവഴി ജനങ്ങളുടെ ഇടയിലുമൊക്കെ ഉണ്ടാക്കിയ വലിയ പ്രതിരോധം കാരണം ജഡ്ജി അതൊക്കെ കേട്ട് വിധി എഴുതുമെന്നാണ്. എന്നാൽ ജഡ്ജി തന്റെ മുന്നിലെത്തിയ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പറഞ്ഞപ്പോൾ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു. സത്യത്തിൽ ദിലീപിനെ കണ്ണി ചേർക്കാൻ പറ്റിയ ഒരു തെളിവ് പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ ദിലീപ് ഉണ്ടായിരുന്നില്ല എന്നതല്ലേ സത്യം? ജനങ്ങൾ ചിന്തിക്കേണ്ടതാണ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പിന്നീട് അവരുടെ ശ്രമം സിനിമയിൽ നിന്ന് ദിലീപിനെ ഔട്ടാക്കുക എന്നുള്ളതായിരുന്നു. ഫെഫ്കയിലേക്ക് എടുക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രതിഷേധിച്ച് ഭാഗ്യലക്ഷ്മി ഇറങ്ങുകയും ചാനലുകളുടെ മുന്നിൽ വന്ന് പറയുകയും പൊട്ടിക്കരയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഏതായാലും അതിനുശേഷം മാനവീയത്ത് പുതിയ പരിപാടി സംഘടിപ്പിക്കുന്നു, അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഉടനീളം പരിപാടി നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. മാനവീയ വേദിയിൽ ഭാഗ്യലക്ഷ്മി ഇടപെട്ട് ഒരു പരിപാടി നടത്തുന്നു. അവിടേക്ക് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ആ കേസിലെ ഏറ്റവും വിശ്വസനീയ സാക്ഷിയല്ലാത്ത, അത്തരമൊരു വിശ്വസനീയത തീരെ ഇല്ലാത്ത ഒരാളെ, അയാളുടെ ഭാര്യയെ കൊണ്ടുവരുന്നു. അയാൾ മരിച്ചുപോയി, അതുകൊണ്ട് തന്നെ ഭാര്യയെ കൊണ്ടുവരുന്നു. ഏതായാലും അതിനുശേഷം IFFK വേദിയിലെത്തുന്നു. IFFKയിൽ പ്രതിഷേധിക്കുന്നു. കാരണം IFFK എന്ന് പറഞ്ഞ സിനിമ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്. ആൾക്കാർ സിനിമ കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവിടേക്കൊക്കെ പ്രതിഷേധം നടത്തി മറ്റിടങ്ങളിലേക്ക് വലിയ പ്രതിഷേധമാണ് IFFK വേദിയിൽ നിന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഏതായാലും ഈ സിനിമ റിലീസായപ്പോൾ അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രണ്ട് സമ്മിശ്ര അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എങ്കിലും അത് ഏത് സിനിമ ഇറങ്ങിയാലും സമ്മിശ്ര അഭിപ്രായങ്ങൾ ഉണ്ടാകും. കാരണം ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ് സിനിമയെ സംബന്ധിച്ച്. ഇപ്പോൾ തമാശ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ, സ്റ്റണ്ട് പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ, പക്ഷെ കുടുംബ പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ നല്ല ആർട്ടിസ്റ്റിക് വർക്കുള്ള പടങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതിൽ ഓരോരുത്തർക്ക് സിനിമയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏത് സിനിമ ഇറങ്ങിയാലും നല്ലതൊന്നും ചീത്തയെന്നും അഭിപ്രായം ഉണ്ടാകും. പക്ഷേ മോഹൻലാൽ അടക്കമുള്ളവരെ ആലോചിച്ച് നോക്കൂ. ഭാഗ്യലക്ഷ്മി, ഈ സിനിമയുടെ ഭാഗമായ മോഹൻലാൽ ആ സിനിമയുടെ ട്രെയിലർ പുറത്തുവിട്ടതിനെ ഇത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമം നടത്തി. ഇപ്പോൾ സ്ത്രീ വിഷയമാകുമ്പോൾ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ആകുമ്പോൾ, അല്ലെ രാഷ്ട്രീയക്കാരാകുമ്പോൾ പലർക്കും ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു സ്ത്രീ വിഷയമായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ എതിരഭിപ്രായം പറഞ്ഞാൽ കേരളത്തിലെ സ്ത്രീകളുടെ മനസ്സിൽ തങ്ങൾ സ്ത്രീവിരുദ്ധരാണ് എന്ന അഭിപ്രായം ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് പലരും ഇത്തരം അഭിപ്രായങ്ങൾ പറയാറില്ല. അതാണ് ഈ ഭാഗ്യലക്ഷ്മിയും കൂട്ടരും എടുത്ത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ആ സിനിമയുടെ ഭാഗമായ മോഹൻലാൽ ആ സിനിമയുടെ ട്രെയിലർ പുറത്തുവിട്ടതിനെ മോഹൻലാലിനെ സ്ത്രീവിരുദ്ധരാക്കാനുള്ള ശ്രമം നടത്തുന്ന ഭാഗ്യലക്ഷ്മിയെ നമ്മൾ കണ്ടതാണ്. ലാലേട്ടൻ അതൊന്ന് ആലോചിക്കേണ്ടേ. അദ്ദേഹം കൂടി അഭിനയിച്ച സിനിമയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ സിനിമ പങ്കുവെക്കേണ്ട അല്ലെങ്കിൽ അതിന് പ്രൊമോഷൻ കൊടുക്കേണ്ട ആവശ്യം അദ്ദേഹത്തിനുണ്ട്. അതുതന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക വഴി ആദ്യം മുതൽ തന്നെ ദിലീപിന്റെ കേസിന്റെ തുടക്കം മുതൽ തന്നെ ഭാഗ്യലക്ഷ്മിയും ടീമും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുകയായിരുന്നു. അന്നൊന്നും ദിലീപിന് സംസാരിക്കാൻ പറ്റില്ല, ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് ആരും വരില്ല. പക്ഷേ വിധി വന്നതോടുകൂടി ദിലീപ് എന്താണെന്നും ദിലീപിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളതെന്നും ജനങ്ങൾക്ക് ബോധ്യമാകാൻ തുടങ്ങി. അത് മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഭാഗ്യലക്ഷ്മിയെ പോലുള്ളവരെ തലയിൽ വെച്ച് ഇവരൊക്കെ പറയുന്ന വിഡ്ഢിത്തരങ്ങളും കള്ളത്തരങ്ങളും മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കറിയുന്ന കാര്യമാണ്. പക്ഷേ സോഷ്യൽ മീഡിയ അടക്കമുള്ളവർ പുറത്തേക്ക് വന്ന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയതോടുകൂടി ശ്രീജിത്ത് പണിക്കർ, അതുപോലെ തന്നെ അനിൽ ഇമ്മാനുവൽ എന്ന മാധ്യമപ്രവർത്തകൻ, ഞാനടക്കമുള്ളവർ ഈ വിധി വായിച്ച് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയതോടുകൂടി തന്നെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യമാകുന്ന രീതിയിലേക്ക് വന്നു. ഒരു പക്ഷേ ഒരു കോടതി വിധി ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് ആദ്യമാകും. ഏതായാലും ഇത് ചർച്ച ചെയ്യപ്പെട്ടതോടുകൂടി ദിലീപിനെ കുറച്ചെങ്കിലും അവിശ്വസിച്ചിരുന്ന ചിലർക്കെങ്കിലും ഈ കാര്യത്തിൽ തലയിൽ വെളിച്ചം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഒന്നും പോയാൽ ഈ കേസിൽ ഒരു തരത്തിലുള്ള ഇനിയൊരു ഈ FIR-ഉം അല്ലെങ്കിൽ ഈ കുറ്റപത്രവുമായി പോയാൽ ഇതിലെ വിധി കൂടി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു എവിഡൻസും ഇല്ലാതെ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു ഇത്. ഈ തിരക്കഥയുണ്ട്, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ദിലീപ് പറയുമ്പോൾ ആ ഗൂഢാലോചന മഞ്ജു വാര്യരിലേക്ക് വെളിച്ചം വീശുമ്പോൾ അത് മഞ്ജു വാര്യർ വീണ്ടും വന്നത് ആവർത്തിച്ച് പറയുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ദിലീപിനെ ഇല്ലാതാക്കാനുള്ള ദിലീപിന്റെ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ സിനിമയിൽ പോലും ഇപ്പോൾ കൊലക്കേസിൽ പ്രതിയായ ബാബുരാജിനെ പോലും ഇവരാരും കടന്നാക്രമിക്കുന്നില്ല. പക്ഷേ ഇത്തരമൊരു കേസിൽ പ്രതിയല്ല എന്ന് വന്നു കഴിഞ്ഞിട്ട് കൂടി വീണ്ടും അയാളെ ഇല്ലാതാക്കാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ വിങ്ങിപ്പൊട്ടുന്നു, കരയുന്നു, നെഞ്ചത്തടിക്കുന്നു, നിലവിളിക്കുന്നു, മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി വളരെ കൃത്യമായി തന്നെ
ദിലീപ് പറയുന്നത് ശരിയാണെന്ന് തന്നെയാണ്. ഏതായാലും ദിലീപിന്റെ സിനിമ വിജയമായി മുന്നോട്ട് പോകുന്നു. രണ്ടാം ദിനവും ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായി തന്നെ മുമ്പോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ പറയുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിന്ന് പോകും, ഇപ്പോൾ ആളെ കയറ്റി കാണിക്കുകയാണെന്നൊക്കെയാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർ പറയുന്ന വാദങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. പലരും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വളരെ കൃത്യമായ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. പലരും ട്രോളുന്നുണ്ട്. ഭാഗ്യലക്ഷ്മിയൊക്കെ ട്രോളിക്കൊണ്ടുള്ള വീഡിയോകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.